അയാൾക്ക് പൂച്ചകളെ ഇഷ്ടമാണ്. നമുക്കിടയിൽ രഹസ്യ ജീവിതം ജീവിക്കുന്ന പൂച്ചകളെ. അതുകൊണ്ടാണ് ഒരിക്കൽ പൂച്ചയുടെ ഡിസൈനിൽ ടാറ്റു കുത്താൻ പോയത്. പൂച്ചകളെക്കാൾ അയാൾക്ക് ഇഷ്ടം എലികളെയാണ്. അതിനും കാരണമുണ്ട്. അവയ്ക്ക് അപാര അതിജീവന ശേഷിയാണ്. ഈ പൂച്ച എലി കോംബോ ആണ് അയാൾ. അയാൾ ഒരു സിനിമാക്കാരനാണ്. ആ ഐഡന്റിറ്റി നമ്മൾ നിർബന്ധിച്ച് അയാൾക്ക് പതിച്ചു നൽകിയതാണ്. പ്രസ്തുത സിനിമാക്കാരൻ സ്വയം കാണുന്നത് നിറയെ സുഷിരങ്ങളുള്ള ഒരു ബക്കറ്റായാണ്. അതിലൊന്നും ആരും തങ്ങി നിൽക്കില്ല. ജീവിതത്തിനെ അതിന്റെ ഒഴുക്കിൽ വിടുന്ന മനിതൻ, ചുറ്റുപാട് നിന്ന് കഥകളെയും കഥാപാത്രങ്ങളെയും ഉയിരോട് ഒപ്പിയെടുക്കുന്ന സ്പോഞ്ച്, സെൻ കഥകളിലെ കഥാപാത്രങ്ങളെ പോലെ ത്യാഗരാജൻ കുമാരരാജ. ഇന്നത്തെ ത്യാഗരാജൻ കുമാരരാജയുടെ പേച്ചും പ്രവൃത്തിയും കണ്ടാൽ അയാളുടെ കുട്ടിക്കാലം ത്രസിപ്പിക്കുന്ന സംഭവങ്ങളാൽ സമ്പന്നമാണെന്ന് തോന്നിയേക്കാം. എന്നാൽ സംഗതി നേരെ തിരിച്ചാണ്. വീടിന് പുറത്തേക്ക് വിടില്ലായിരുന്നു. ചെക്കൻ കെട്ടുപോകുമെന്നായിരുന്നു വീട്ടുകാരുടെ ചിന്ത. അതുകൊണ്ട് ബാല്യത്തിന്റെ ഏറിയ പങ്കും വീടിനുള്ളിൽ തന്നെയായിരുന്നു. അതിൽ കുറച്ചു കാലം വായനയുടേത്. സുജാത, രാജേഷ് കുമാർ, കോവി മണിശേഖരൻ, സാണ്ടില്യൻ എന്നിങ്ങനെയുള്ള എഴുത്തുകാർ വീടിന് പുറത്തെ വിശാല ലോകം എന്താണെന്ന് കുമാരരാജയ്ക്ക് പറഞ്ഞുകൊടുത്തു. വായനയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പഠിത്തത്തിൽ ഒരു മിടുക്കൻ കുട്ടി ആയിരുന്നില്ല കുമാരരാജ. ഓരൂരിലെ സാന്തോം ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പഠനം. വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള ബസ് യാത്രയായിരുന്നു കുമാരരാജയുടെ ബാല്യകാലത്തിലെ പ്രധാന എന്റർടൈൻമെന്റ്. ഡ്രൈവറിന്റെ അടുത്താണ് നിൽക്കുക. അയാൾ ഗിയർ മാറ്റുന്നതും വണ്ടിയുടെ വേഗത കൂടുന്നതും മറ്റു വണ്ടികളെ ഓവർടേക്ക് ചെയ്യുന്നതും അതീവ ശ്രദ്ധയോടെ അവൻ നിരീക്ഷിക്കും. ഇങ്ങനെ കണ്ട് ഒടുവിൽ കുമാരരാജ തീരുമാനിച്ചു, വലുതാകുമ്പോൾ ഒരു ബസ് ഡ്രൈവർ ആകണം. ആഗ്രഹം അതായിരുന്നെങ്കിലും തിയററ്റിക്കൽ ഫിസിക്സ് ആയിരുന്നു കുമാരരാജയുടെ ഇഷ്ട വിഷയം. ഒരു അനുമാനത്തിൽ നിന്ന് മറ്റൊരു അനുമാനത്തിലേക്കുള്ള ആ വിഷയത്തിന്റെ പോക്ക് അവനെ ത്രില്ലടിപ്പിച്ചു. പക്ഷേ കണക്ക് അത്ര ഇഷ്ടമായിരുന്നില്ല. കണക്ക് മാഷിനെ ഇഷ്ടമായിരുന്നില്ല എന്ന് പറയുന്നതാകും ശരി. കുമാരരാജ അങ്ങനെയായിരുന്നു. ടീച്ചറിനെ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ആ സബ്ജക്റ്റിന്റെ വശത്തേക്ക് നോക്കില്ല. അവസാനം എന്തുപറ്റി? കണക്കിന് തോറ്റു. +2 കടമ്പ ആദ്യ ചാട്ടത്തിൽ കടക്കാനും പറ്റിയില്ല. കുമാരരാജ ബസ് ഡ്രൈവർ ആയില്ല. ചെന്നൈ ലോയോള കോളേജിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ കോഴ്സിന് ചേർന്നു. പക്ഷേ പൂർത്തിയാക്കാൻ നിന്നില്ല. പഠിത്തം പാതി വഴി ഉപേക്ഷിച്ച് കോപ്പി റൈറ്ററായും ഫോട്ടോഗ്രാഫറായും ചെറിയ ചില പരീക്ഷണ പറക്കലുകൾ നടത്തി. വീട്ടുകാർ പിന്തുണ നൽകിയിരുന്നു. എന്നിട്ടും ഒന്നിലും ഉറച്ചു നിന്നില്ല. പതിയെ പരസ്യചിത്ര മേഖലയിലേക്ക്. അക്കാലത്ത് അത്യാവശ്യം പേരുണ്ടായിരുന്ന ശ്രീകൃഷ്ണ കളക്ഷൻസ് എന്ന തുണിക്കടയുടെ പരസ്യം ചെയ്തു. സത്യം തിയേറ്ററിൽ ആ പരസ്യം കണ്ടവർ ഇന്നും അത് മറന്നിട്ടുണ്ടാകില്ല. അതിനുശേഷം എബിലിറ്റി ഫൗണ്ടേഷന്റെ 1 മിനിറ്റ് ഫിലിം മത്സരത്തിനായി ഒരു ഹ്രസ്വ ചിത്രം നിർമ്മിച്ചു. സമ്മാനത്തുകയായിരുന്നു ലക്ഷ്യം. വിജയിച്ചു. തുക കിട്ടി. അതുകൊണ്ട് 6 മാസത്തോളം പിടിച്ചു നിന്നു. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് നവാഗത സംവിധായകരായ പുഷ്കർ ഗായത്രിയെ കാണുന്നതും പരിചയപ്പെടുന്നതും. കുമാരരാജ അവരുടെ ഒപ്പം കൂടി. അവരുടെ ആദ്യ ചിത്രം ഓരം ബോയ്ക്ക് സംഭാഷണങ്ങൾ എഴുതി. ആ സിനിമയ്ക്കൊപ്പമായിരുന്നു അടുത്ത 2 വർഷത്തോളം. ഇവരുടെ തന്നെ വാക്ക് കോട്ടർ കട്ടിങ്ങിന്റെ ഗാനരചനയും കുമാരരാജയാണ്. അതിനിടെയാണ് കുമാരരാജ SPB ചരണിനെ കാണുന്നത്. വർഷം 2007. തന്റെ കയ്യിലുള്ള തിരക്കഥ കുമാരരാജ ചരണിനോട് പറഞ്ഞു. 2.5 മണിക്കൂർ നീണ്ട നറേഷൻ. ചരൺ കുമാരരാജയ്ക്ക് കൈകൊടുത്തു. ഇന്ത്യൻ സിനിമ കണ്ട മികച്ച കൾട്ട് നിയോ നോയർ സിനിമകളിൽ ഒന്നിന്റെ പിറവി അവിടെ നിന്നായിരുന്നു. ടാരന്റിനോയും ഗെയ്റിച്ചിയും കോയം ബ്രദേഴ്സും മതിച്ചു നടക്കുന്ന കാട്ടിലേക്ക് അയാൾ ഭയമേതുമില്ലാതെ ഇറങ്ങി. ആദ്യ ചിത്രം എടുത്തു, ആരണ്യകാണ്ഡം. നിർമ്മാതാവ് റെഡിയായിട്ടും സിനിമയിലേക്ക് അഭിനേതാക്കളെ എത്തിക്കാൻ കുമാരരാജ കുറച്ച് മെനക്കെട്ടു. ഒന്നാമത് ആരണ്യകാണ്ഡത്തിൽ താരങ്ങൾക്ക് ഇടമില്ല. അഭിനേതാക്കൾക്ക് തുല്യ സ്ഥാനമാണ് സ്ക്രീനിലുള്ളത്. ചിലപ്പോൾ ചെറിയൊരു കഥാപാത്രത്തിനായി പ്രധാന വേഷം ചെയ്യുന്ന ആൾ അരികിലേക്ക് മാറി നിൽക്കേണ്ടി വരും. അങ്ങനെ ഒരു ചിത്രത്തിന്റെ ഭാഗമാകാൻ പലരും മടിച്ചു. ഒടുവിൽ ഒരു സുഹൃത്താണ് ജാക്കി ഷ്രോഫിനെ പ്രധാന വേഷങ്ങളിൽ ഒന്നിലേക്ക് നിർദ്ദേശിക്കുന്നത്. കഥ കേട്ട ജാക്കി ഫോണിൽ തന്നെ എസ് മൂളി. വളരെ വേഗതയുള്ള ഉദ്വേഗജനകമായ ഒരു സിനിമ എടുക്കാനായിരുന്നു കുമാരരാജയുടെ പ്ലാൻ. പക്ഷേ അത് ക്ലൈമാക്സിലേക്ക് സാവധാനം വളരുന്ന ക്ലാസിക് ശൈലിയിലുള്ള ചിത്രമായി മാറി. 1.5 വർഷത്തിന് മുകളിലെടുത്താണ് കുമാരരാജ ഈ ചിത്രം പൂർത്തിയാക്കിയത്. സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥ പ്രതിസന്ധി കുമാരരാജയും സംഘവും നേരിട്ടത്. സെൻസർ ബോർഡ്. തോന്നിയ പോലെ അവർ ആ നവാഗത സംവിധായകന്റെ സിനിമയെ വെട്ടിക്കൂട്ടി. 52 കട്ടുകൾ. സിനിമയിലെ രജനി കമൽ ഡയലോഗുകൾ കമലഹാസന് ഇഷ്ടമായെങ്കിലും സെൻസർ ബോർഡിന് പിടിച്ചില്ല. മ്യൂട്ട് ചെയ്യണമെന്ന് അവർ കട്ടായം പറഞ്ഞു. ഒടുവിൽ പടം റിലീസായി. ചിലർക്ക് ഒരുപാട് ഇഷ്ടമായി, ചിലർക്ക് ഒട്ടും ഇഷ്ടമായില്ല, മറ്റു ചിലർക്ക് മനസ്സിലായില്ല. എന്താണ് ഈ ആരണ്യകാണ്ഡം? പേരിൽ മാത്രമാണ് ഈ സിനിമയ്ക്ക് രാമായണവുമായി ബന്ധമുള്ളത്. ഇത് കാടിന്റെ കഥ തന്നെയാണ്. നഗര കാന്താരത്തിന്റെ കഥ. ഈ കാട്ടിൽ നമുക്ക് സിംഹപ്പെരുമാൾ എന്ന സിംഹരാജനെ കാണാം. സുബ്ബു എന്ന മാൻപേടയെയും സപ്പ എന്ന കഴുതയെയും കാണാം. പല പേരിലൂടെ പോകുന്ന ഈ കഥ ഓട്ടം അവസാനിപ്പിക്കുമ്പോൾ ഇവരുടെ റോളുകൾ മാറി മറിയുന്നു. സപ്പയുടേത് ഒഴിച്ച് അവൻ എന്നും സപ്പ തന്നെ. ജാക്കി ഷ്രോഫ് ആണ് ചിത്രത്തിൽ സിംഹപ്പെരുമാൾ ആകുന്നത്.
പ്രായം ചെന്നപ്പോൾ പല്ലിന്റെ കൂർപ്പ് പോയ എന്നാൽ അത് സമ്മതിച്ചു കൊടുക്കാൻ വിസമ്മതിക്കുന്ന ഒരു ഗാങ്സ്റ്റർ. സിനിമ തുടങ്ങുന്നിടത്ത് തന്നെ ഈ സിംഹത്തിന്റെ ആണത്ത വീമ്പ് കുമാർ രാജ എടുത്തു മാറ്റുന്നു. സുബുവിലേക്ക് പായുന്ന സിംഹപ്പെരുമാൾ ലക്ഷ്യമെത്തും മുൻപ് തളർന്നു വീഴുന്നു. ഈ സുബുവാണ് കഥയുടെ കേന്ദ്രം. പുരുഷന്മാരുടെ ലോകത്തെ ഏക സ്ത്രീ സാന്നിധ്യം. അതവൾ പ്രയോജനപ്പെടുത്തുന്നു. സിനിമയുടെ തുടക്കത്തിൽ എഴുതി കാണിക്കുന്ന ഏത് ധർമ്മം എന്ന ചോദ്യത്തിന്റെ ഉത്തരം ക്ലൈമാക്സിലാണ് നമുക്ക് ലഭിക്കുക. ഇത് തേവയോ അത് ധർമ്മം? ഈ ഉത്തരം അർത്ഥപൂർണമാക്കുന്നത് സുബുവാണ്. പശുപതിയിലൂടെ സപ്പയിലൂടെ അവളത് പ്രാവർത്തികമാക്കുന്നു. ദ ബെസ്റ്റ് തിങ് അബൌട്ട് ബീങ് എ വുമൺ ഈസ് ഇറ്റ്സ് എ മാൻസ് വേൾഡ് എന്ന് പ്രസ്താവിക്കുന്നു. ഇത് നിങ്ങൾക്ക് പരിചിതമായ സിനിമാനുഭവമല്ല. അത് ഓപ്പണിംഗ് ക്രെഡിറ്റ്സിൽ തന്നെ കാണികൾക്ക് മനസ്സിലാകും. BGMന്റെ അകമ്പടിയോടെ അല്ല ടൈറ്റിലും ക്രെഡിറ്റുകളും പ്രത്യക്ഷപ്പെടുന്നത്. തെരുവിന്റെയും പ്രാവിന്റെയും കുറുകലാണ് അവയ്ക്ക് പശ്ചാത്തലം. അവിടെ നിന്ന് സിനിമയിലേക്ക് കയറുന്ന നമ്മൾ കേൾക്കുന്നതോ കോയിയഹാം നച്ചേ നച്ചേ എന്ന പാട്ടിന്റെ തമിഴ് വെർഷൻ, പിന്നാലെ തോളിന്മേലെ ഭാരമില്ലേ എന്ന പാട്ട്, കാണുന്നതോ സുബുവിനെ കീഴടക്കാൻ ശ്രമിക്കുന്ന സിംഗപ്പെരുമാളിനെ. ആദ്യ ഡയലോഗും ഗംഭീരമാണ്. സുബുവാണ് അത് പറയുന്നത്. ഉങ്ങളാല മുടിയലേന എന്നെ അടിക്കറിങ്ങ. ഈ വരിയിൽ കഥാപാത്രങ്ങൾ മാത്രമല്ല കഥയുമുണ്ട്. ഒരു ഗംഭീര കോഴിപ്പോര് രംഗവും ഈ സിനിമയിലുണ്ട്. വെട്രിമാറന്റെ ആടുകളത്തിലും മികച്ചത്. പോരിന്റെ ടെൻഷനും കഥാപാത്രങ്ങളുടെ പിരിമുറുക്കവും ഒത്തുചേർക്കാൻ കുമാർ രാജയ്ക്ക് സാധിക്കുന്നു. ഒറ്റ നോട്ടത്തിൽ വ്യാജമെന്ന് മനസ്സിലാകുന്ന ഗ്രാഫിക്സുകളില്ലാതെ, റിയലിസ്റ്റിക് ഗിമ്മിക്കുകളുടെ യാതൊരു സഹായവുമില്ലാതെ. PS വിനോദിന്റെ ലൈറ്റിങ്ങും ഫ്രെയിമുകളുമാണ് ഇവിടെ സംവിധായകന്റെ പ്രധാന ഉപകരണം. പിന്നെ ഗുരുസോമസുന്ദരം എന്ന അഭിനേതാവും ഈ കഥാപാത്രത്തിന്റെ മകൻ കൊടുക്കാപ്പുലിയും. സിനിമയുടെ ഒരു ഘട്ടത്തിൽ സമ്പത്തിന്റെ പശുപതി കൊടുക്കാപ്പുളി എന്ന കുട്ടിയോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഉങ്ക അപ്പാന റൊമ്പ പൊടിക്കുമാ? അതിനാ കുട്ടി പറയുന്ന ഉത്തരം രസകരമാണ്, ആഴമേറിയതാണ്. അപ്പടിയില്ലേ ആണാ അവരെങ്ക അപ്പ താനെ. യുവൻ ശങ്കർ രാജയുടെ എക്സെൻട്രിക് സ്കോറും എക്സെൻട്രിക്കായ കഥാപാത്രങ്ങളും ടാരന്റീനോ ഋതത്തിലുള്ള ഡയലോഗുകളും ചേർന്നതാണ് ആരണ്യകാണ്ഡം. ഒരു സംവിധായകന്റെ വരവ് അറിയിക്കാൻ പറ്റിയ ചിത്രം. സെൻസർ ബോർഡ് വെട്ടിക്കൂട്ടിയ ഈ ചിത്രം പക്ഷേ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി. 2012 മികച്ച നവാഗത സംവിധായകനുള്ള ഇന്ദിരാഗാന്ധി പുരസ്കാരം ത്യാഗരാജൻ കുമാർ രാജയെ തേടിയെത്തി. അയാൾ അമിതാവേശത്തിൽ തുള്ളിച്ചാടിയില്ല. വമ്പൻ താരങ്ങളെ കണ്ട് തിരക്കഥകൾ പിച്ച് ചെയ്തില്ല. അയാൾ ഒരു ശിശിര നിദ്രയിലേക്ക് കടന്നു. വർഷങ്ങൾ നീണ്ട നിദ്ര. ത്യാഗരാജൻ കുമാർ രാജ എവിടെ? ചോദ്യങ്ങൾ ഉയർന്നു. ഹിന്ദി സിനിമയുടെ എഴുത്തിലാണെന്ന് ഒരു കൂട്ടർ, അല്ല മറ്റൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിന്റെ എഴുത്തിലാണ് കക്ഷി എന്ന് മറ്റൊരു വിഭാഗം. എഴുത്തിലായിരുന്നു, ശരിയാണ്. പക്ഷേ 2.5 വർഷം എടുത്ത് എഴുതിയ ആ തിരക്കഥ നമ്മുടെ നാട്ടിൽ വർക്കാകില്ല എന്നാണ് അഭിനേതാക്കളൊക്കെ കുമാർ രാജയോട് പറഞ്ഞത്. ഇതിനിടയിലാണ് ഗൗതം വാസുദേവ് മേനോന്റെ എന്നെ അറിന്താൽ എന്ന ചിത്രത്തിന്റെ ക്രെഡിറ്റ്സിൽ ആളുടെ പേര് പ്രത്യക്ഷപ്പെട്ടത്. ആരാധകർ അമ്പരന്നു. പക്ഷേ പിന്നെ ഒന്നും കേൾക്കാനില്ല. ഈ സമയത്താണ് ഇറാനിയൻ സംവിധായകൻ ജാഫർ പനാഹിയുടെ ദ സർക്കിൾ എന്ന ചിത്രം കുമാർ രാജ കാണുന്നത്. ഒരു കഥാപാത്രത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് നീങ്ങുന്ന ആഖ്യാനം അക്ഷരാർത്ഥത്തിൽ അയാളെ ഞെട്ടിച്ചു. ഇറാനിൽ, അത്രയും സെൻസർഷിപ്പ് നിലനിൽക്കുന്ന ഇറാനിൽ പനാഹിക്ക് അതാകാമെങ്കിൽ ചെന്നൈക്കാരൻ കുമാർ രാജയ്ക്ക് എന്തുകൊണ്ടായിക്കൂടാ? ഇത് ഇവിടെ വർക്കാക്കും എന്ന് ഉറപ്പിച്ച് കുമാർ രാജ ഇറങ്ങി. മനസ്സിലെ കഥ വെച്ച് വിശദമായൊരു ട്രീറ്റ്മെന്റ് നോട്ട് തയ്യാറാക്കി. പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന 4 സ്വതന്ത്ര കഥകൾ. അപ്പോഴാണ് സ്റ്റേസില എന്ന ഓൺലൈൻ അക്കോമഡേഷൻ അഗ്രഗേറ്ററുടെ പരസ്യചിത്രം വരുന്നത്. 3.25 മിനിറ്റുള്ള ഈ പരസ്യം എഴുതി സംവിധാനം ചെയ്തത് ത്യാഗരാജൻ കുമാർ രാജയായിരുന്നു. നറേഷൻ ഗൗതം വാസുദേവ് മേനോൻ. ഈ ലൈവ് ആക്ഷൻ പരസ്യത്തിന്റെ ഷൂട്ടിങ്ങിലേക്ക് കടക്കും മുൻപ് കുമാർ രാജ തന്റെ കയ്യിലെ ട്രീറ്റ്മെന്റ് നോട്ട് 4 വേർതിരിച്ചു. അതിൽ 3 കഥാഭാഗങ്ങൾ തന്റെ 3 സുഹൃത്തുക്കൾക്ക് നൽകി. അവരുടേതായ രീതിയിൽ ഈ കഥകൾ വികസിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ഈ കൂട്ടുകാർ സിനിമാ പ്രേമികൾക്ക് സുപരിചിതരാണ്. ഒരാൾ നളൻ കുമാരസ്വാമി, മറ്റൊരാൾ മിഷ്കിൻ, മൂന്നാമൻ അലിബാബ സംവിധായകൻ നീലൻ ശേഖർ. 4ാമത്തെ ഭാഗം എഴുതാനും ഒരാളെ കുമാർ രാജ മനസ്സിൽ കണ്ടിരുന്നു, അനുരാഗ് കശ്യപ്. പക്ഷേ ബോംബെ വെൽവെറ്റിന്റെ പരാജയത്തെ തുടർന്ന് തകർന്നിരിക്കുകയായിരുന്നു അനുരാഗ്. അതുകൊണ്ട് 4ാം ഭാഗം സ്വയം എഴുതാമെന്ന് കുമാർ രാജ തീരുമാനിച്ചു. ഇതിൽ രസകരമായ ഒരു കാര്യമുണ്ട്. കുമാർ രാജയ്ക്കൊപ്പം ഈ സിനിമയ്ക്കായി എഴുതിയ മറ്റു 3 പേർക്കും മറ്റൊരാൾ എഴുതുന്ന ഭാഗത്തെ പറ്റി ഒരു അറിവും ഉണ്ടായിരുന്നില്ല. അവർ എഴുതി കൊടുത്തു. കുമാർ രാജ അത് ഒറ്റ പടമാക്കി തന്റെ ഫ്ലേവർ നൽകി. സംസാരം അത് മിൻസാരത്തിന് കുമാർ രാജ സ്റ്റൈൽ ഒരു ഇൻഡയറക്റ്റ് ഹൊമാച്ച്. സൂപ്പർ ഡിലക്സ്. ആരണ്യകാണ്ഡത്തിന്റെ തുടക്കത്തിൽ സ്ത്രീയെ ഒരു കഷ്ണം ഇറച്ചിയെ പോലെ പുരുഷൻ കൈകാര്യം ചെയ്യുന്നതാണ് കാണിച്ചതെങ്കിൽ ഇവിടെ ആദ്യ സീനിൽ സ്ത്രീ സുഖം അനുഭവിക്കുകയാണ്. എല്ലാം മറന്ന് അവളുടെ സുഖാന്വേഷണത്തിൽ പുരുഷൻ തളരുന്നു, കട്ടിൽ ശബ്ദിക്കുന്നു. പശ്ചാത്തലത്തിൽ ഐ ആം എ ഡിസ്കോ ഡാൻസറും. പോൾ തോമസ് ആൻഡേഴ്സന്റെ മഗ്നോളിയ പോലെ തോന്നാവുന്ന എന്നാൽ ഫിലോസഫിക്കലി മറ്റൊരു തലത്തിൽ നിൽക്കുന്ന ചിത്രമാണ് സൂപ്പർ ഡിലക്സ്. ഈ സിനിമയിൽ ഒരു ശവശരീരത്തെ നടുക്കിരുത്തി തങ്ങളുടെ ജീവിതത്തെ പറ്റി സംസാരിക്കുന്ന ദമ്പതികളുണ്ട്. ദൈവത്തെ തേടിയിറങ്ങിയ ഒരു മനുഷ്യനുണ്ട്. മകനെ അന്വേഷിച്ച് അലയുന്ന ട്രാൻസ് വുമണായ അച്ഛനുണ്ട്. അമ്മ അഭിനയിച്ച പോൺ ചിത്രം കാണേണ്ടി വന്ന മകനും അവന്റെ കൂട്ടുകാരുമുണ്ട്. ഇവരെല്ലാം ചേരുന്ന ഈ കഥ ത്യാഗരാജൻ കുമാർ രാജയുടെ ചിന്താലോകത്തേക്ക് ഒരു പ്രവേശിക കൂടിയാണ്. ഈ ലോകത്ത് കല്ല് സാമിയാകും. സാമിയായ കല്ല്
തിരിച്ച് വെറും കല്ലുമാകും. സാരി ഉടുത്ത് പൊട്ടുകുത്തി പെണ്ണായി നിൽക്കുന്ന അച്ഛനെ മകൻ സ്റ്റൈലിഷായി കാണും. നീ ആര് വേണമെങ്കിലും ആയിക്കോ, പക്ഷെ എൻ്റെ കൂടെ ഇരിക്കെ എന്ന് അവൻ പറയും. ഒരു കുട്ടിയിലെ ആ വിശാലതയുണ്ടാകും. അത് കുമാരരാജയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് ത്യാഗരാജൻ കുമാരരാജയുടെ സിനിമകളിലെ ചെറിയ വായകൾ വലിയ വർത്തമാനങ്ങൾ പറയുന്നത്. അവർ നാണിച്ചു നിൽക്കാറില്ല. കാരണം ഭയപ്പെടാം, പക്ഷേ നാണിച്ചു നിൽക്കരുത്. അതാണ് അവർക്ക് കുമാരരാജ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഈ സിനിമയുടെ ഏറ്റവും വലിയ സവിശേഷത അതിൻ്റെ ഡീറ്റെയിലിംഗ് ആണ്. കാണാൻ മാത്രമല്ല, കേൾക്കാനുമുണ്ട് നിരവധി കാര്യങ്ങൾ. ശ്രദ്ധിക്കണമെന്ന് മാത്രം. ഈ പറഞ്ഞ ശ്രദ്ധ സ്വാഭാവികമായും വന്നുപോകും. നീരവ് ഷായുടെ ക്യാമറ നമ്മളെ കഥാപാത്രങ്ങളുടെ പിന്നാലെ നടത്തുന്നു. ഒരു വളവിൽ ആ കഥാപാത്രം മായും. അവിടെ എഡിറ്റർ സത്യരാജ് നടരാജ് ഇടപെടും. പുതിയ കഥാപാത്രങ്ങളെ നമ്മുടെ മുന്നിലേക്ക് പിന്തുടരാനായി ഇട്ടുതരും. യുവൻ രാജയുടെ സ്കോറും ഇവിടെ എടുത്തു പറയണം. പുതിയ തരം അവതരണത്തിന് പുതിയ ശൈലിയിൽ തന്നെയാണ് യുവൻ സംഗീതമൊരുക്കിയത്. റെട്രോ ഗാനങ്ങളെ വിദഗ്ധമായി ഈ സിനിമയിലേക്ക് സന്നിവേശിപ്പിച്ചു. ദിമിത്രി ഷോസ്റ്റാക്കോവിച്ചിനെ കൊണ്ട് തവിൽ വായിപ്പിച്ചു. ആകെ മൊത്തം 2.5 പടമാണ് ത്യാഗരാജൻ കുമാരരാജ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇനി ആ അരപ്പടത്തെ പറ്റി പറയാം. സൂപ്പർ ഡിലക്സിന് ശേഷം 4 വർഷം കഴിഞ്ഞാണ് കുമാരരാജ സിനിമാ പ്രേമികൾക്ക് മുന്നിലേക്ക് എത്തിയത്. സിനിമ പ്രതീക്ഷിച്ചിരുന്നവർക്ക് സംവിധായകൻ നൽകിയത് ഒരു റൊമാൻറ്റിക് ആന്തോളജി സീരീസ്. ദ ന്യൂയോർക്ക് ടൈംസിന്റെ വീക്ക്ലി കോളം മോഡേൺ ലവിൽ നിന്ന് വികസിപ്പിച്ച അതേ പേരിലുള്ള സീരീസിന്റെ തമിഴ് പതിപ്പ് മോഡേൺ ലവ് ചെന്നൈ. സീരീസിന്റെ ഷോ റണ്ണർ ആയിരുന്നു കുമാരരാജ. ഭാരതിരാജ, ബാലാജി ശക്തിവേൽ, രാജമുരുകൻ, കൃഷ്ണകുമാർ രാമകുമാർ, അക്ഷയ് സുന്ദർ എന്നിവരായിരുന്നു സംവിധായകർ. കുമാരരാജയും ഒരു എപ്പിസോഡ് ഡയറക്റ്റ് ചെയ്തു. നിனைവോ ഒരു പറവൈ, ലവ്, ലസ്റ്റ് ആൻഡ് മെമ്മറീസ് ഇവ 3ഉമാണ് ഈ ഹ്രസ്വ ചിത്രത്തിന്റെ കാതൽ. ഇളയരാജ ഫാനായ കെ എന്ന സിനിമാ മോഹിയും ആർട്ടിസ്റ്റ് ആകാൻ ശ്രമിക്കുന്ന സാമുമാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ. എന്താണ് റിയാലിറ്റി, എന്താണ് ഓർമ്മ എന്നൊരു ആശയക്കുഴപ്പത്തിലേക്ക് ഈ കഥാപാത്രങ്ങൾ നമ്മളെ കൊണ്ടിടുന്നു. ഒരു ഘട്ടത്തിൽ ഈ കഥാപാത്രങ്ങൾ ഉള്ളതാണോ എന്നുവരെ നമ്മൾ സംശയിച്ചു പോകും. ഇവരുടെ കഥ ഒരു പദപ്രശ്നമാണ്. അതിന് കടും നിറങ്ങളും ഇളയരാജ സംഗീതവും നിഗൂഢമായ ഒരു സൗന്ദര്യം നൽകുന്നു. കാണികളെ സാമിനൊപ്പം ഒരു നെവർ എൻഡിങ് കോറിഡോറിലൂടെ നടത്തുകയാണ് കുമാരരാജ. പക്ഷേ ആ ഇടനാഴി നമ്മളെ മടുപ്പിക്കുന്നില്ല. അൺഫോർച്ചുനേറ്റ്ലി നിனைവോ ഒരു പറവ 69 മിനിറ്റിൽ അവസാനിക്കുന്നു. അതും ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി വെച്ച്. ഈ ആമസോൺ അധ്യായം കഴിഞ്ഞിട്ട് 3 വർഷമായി. അടുത്ത കുമാരരാജ പടത്തിനായി ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല. പുതിയ ചിത്രം പോക്കറ്റ് നോവലിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. സിനിമയുടെ ഒരു പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. വിന്റേജ് തമിഴ് ക്രൈം നോവലുകളുടെ പുറംചട്ടകളെ അനുസ്മരിപ്പിക്കുന്ന പോസ്റ്റർ. കുമാരരാജ എന്തിനോ തയ്യാറെടുക്കുകയാണ്. കാത്തിരിക്കാം. ഒരു ത്യാഗരാജൻ കുമാരരാജ പടം നിങ്ങൾക്ക് വേണമെങ്കിൽ 100 തവണ കാണാം. ഇനി 101ാം തവണ ആ സിനിമ കാണാനിരുന്നാലും ഒരു നല്ല ചിത്രം തരുന്ന ഓർഗാസം നിങ്ങൾക്ക് അനുഭവിക്കാനാകും. എങ്ങനെ ഇങ്ങനെ ചിന്തിക്കുന്നു എന്ന് നിങ്ങൾ അപ്പോഴും അത്ഭുതപ്പെടും. എനിക്കും ഒരു പടം എടുക്കണമെന്ന് ആ നിമിഷം നിങ്ങൾക്ക് തോന്നാം. സ്വാഭാവികം. പക്ഷേ എങ്ങനെ എന്ന സബ് ക്വസ്റ്റ്യൻ നിങ്ങളെ തടസ്സപ്പെടുത്താൻ വിടരുത്. കുമാരരാജ പറഞ്ഞ പോലെ, ഇഫ് യു വാണ്ട് ടു ഗോ ടു മധുരൈ, ജസ്റ്റ് ഗോ ടു മധുരൈ.